നമസ്കാരം. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ടം വെടിനിർത്തൽ ചർച്ച ഇന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാൻ പോവുകയാണ്. വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ വെടിനിർത്തൽ ചർച്ചയും അമേരിക്കയുടെ താല്പര്യപ്രകാരമാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അമേരിക്ക ആവശ്യപ്പെട്ടു, അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി പാകിസ്ഥാൻ ഇറാനെ വീണ്ടും ക്ഷണിച്ചു. ഇറാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സമാധാനം തന്നെയാണ് വേണ്ടത്, അല്ലാതെ യുദ്ധമല്ല. ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ചർച്ചയുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇറാൻ ഈ ചർച്ചയ്ക്ക് വീണ്ടും പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. എന്തായാലും ചർച്ച ഏതുവരെയായി എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നടക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ ഇറാൻ ഇതുവരെ പറഞ്ഞതും അമേരിക്ക ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്താണ് സത്യം എന്ന് ലോകത്തിന് മൊത്തത്തിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പലപ്പോഴും അമേരിക്കയെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്ന ചില ആളുകളൊക്കെ അപ്രത്യക്ഷമായി. സത്യം അംഗീകരിക്കാൻ പലരും തയ്യാറായിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അമേരിക്ക ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് എന്ന് മനസ്സിലാക്കാൻ പലർക്കുമായി. യുദ്ധം എന്ന് പറയുന്ന സംവിധാനത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് അമേരിക്കയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം ഉണ്ടാക്കണം, അവരുടെ ആയുധം വിൽക്കണം, സമാധാനം നശിപ്പിക്കണം, എന്നിട്ട് അവർക്ക് സമാധാനമായി ജീവിക്കണം എന്നതാണ് അവരുടെ ചിന്ത. പക്ഷെ അമേരിക്കക്കാർ ഇപ്പോൾ അവിടെയും സമാധാനം കൊടുക്കുന്നില്ല. മറ്റുള്ള ലോക രാജ്യങ്ങളൊന്നുമല്ല അമേരിക്കയിൽ പ്രശ്നമുണ്ടാക്കുന്നത്. സമാധാനത്തോടുകൂടി അമേരിക്കക്കാർ ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനും സമാധാനം വേണ്ട എന്ന തീരുമാനമെടുത്തിരിക്കുന്നത് അവിടുത്തെ ഇസ്രായേലികളാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹമാണ് ഇവിടെ ഈ സമാധാന അന്തരീക്ഷം നശിപ്പിച്ചതിൽ ഏറ്റവും വലിയ ഉത്തരവാദി അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാർ, ഇറാൻ കൈകാര്യം ചെയ്തില്ലെങ്കിലും അവിടുത്തെ സാധാരണക്കാർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന, സായുധ സംഘം ഇസ്രായേലിനെതിരെ ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നു. ലബനോനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടക്കാൻ പോകുന്നു. 34 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നടക്കാൻ പോകുന്നത് ഈ ചർച്ചയൊക്കെ. എന്തായാലും ചിലരൊക്കെ വരുമ്പോൾ മാറാത്തത് മാറും എന്ന ഒരു പരസ്യവാചകം നമ്മൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടതാണ്. എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ഇറാൻ വന്നപ്പോൾ ചിലതൊക്കെ മാറി, മാറാത്ത ചില കാര്യങ്ങളൊക്കെ മാറി. അതായത് നെഞ്ചു വിരിച്ച ആണൊരുത്തൻ നിവർന്നു നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രശ്നം. അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ സത്യം പുലരുകയാണ്. അതുകൂടെ ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. അതായത് പോപ്പ് ട്രംപിനെതിരെ തിരിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പോപ്പ് ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹം ശക്തമായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ട്രംപ് ആകട്ടെ പോപ്പിനെ കളിയാക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങളും അതുപോലെ തന്നെ ചില കമന്റുകളുമായി ട്രംപും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടിനെ തള്ളിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ പലരും ശ്രമം നടത്തിയിരുന്നു. ഇവിടെ വൈറ്റ് ഹൗസിൽ പീറ്റക്സത്ത് പ്രതിമാസ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ യുദ്ധത്തെ വലിച്ചിഴക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും വിശ്വാസികളായിട്ടുള്ള വലിയ ഒരു വിഭാഗം ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞു, സത്യം പുലർന്നു. ഒരിക്കലും ഇത് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ഇത് ചില ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അവർ ഈ യുദ്ധത്തിലേക്ക് മതത്തെ കൊണ്ടുവരികയാണ്. ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്, ഇസ്ലാമിക ഭരണകൂടമാണ്. അതുകൊണ്ട് അവർ ഭീകരന്മാരാണ്, അവരെ അങ്ങനെ അങ്ങ് വളർത്താൻ അനുവദിച്ചുകൂടാ, അവരുടെ പക്കൽ അണവായുധം ഉണ്ടായിക്കൂടാ, അണവായുധം ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ച ഒരു വിഭാഗം അത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് അവർക്കെതിരെ അത്തരത്തിൽ ഇവിടെ മെക്കിട്ട് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നത്. എന്തായാലും അവിടെയും ഇവിടെ പോപ്പിന്റെ ഭാഗത്ത് നിന്നൊരു വ്യക്തത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളെ അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല, വെറുതെ ആവശ്യമില്ലാതെ മതത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. അത് ട്രംപിന്റെ ഒരു ട്രിക്കാണ്. ആരും അതിൽ വീണു പോകരുത്, പരസ്പരം സൗഹാർദ്ദം നിലനിൽക്കണം, ഇനി അതിനെ നിലനിൽപ്പുള്ളൂ, അല്ലാതെ മതങ്ങളുടെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നതിന് ഒരു നിലനിൽപ്പുമില്ല. ആരും അത്തരത്തിലുള്ള ചിന്തകളുമായി യുദ്ധത്തെ കാണരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ നടത്തരുത് എന്ന് ഇവിടെ മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നൊരു വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസി സമൂഹം കാര്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിനെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. പോപ്പ് പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതായത് ട്രംപിനെതിരെ പോപ്പ് തിരിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ജോർജിനെതിരെ സഭ തിരിഞ്ഞു എന്നുള്ളതാണ്. ഈ സഭയെയൊക്കെ പലപ്പോഴും വട്ടം ചുറ്റിച്ച് ഈ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ
വ്യക്തതയില്ലാതെ പറഞ്ഞ് സഭയെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക്, വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിന്റെ പിന്നിൽ PC ജോർജിനൊക്കെ വലിയ പങ്കുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള അവസരവാദികളെ സഭയും തിരിച്ചറിഞ്ഞു. ഇതൊരു വലിയ കാര്യമാണ്. ഒരു മാറ്റം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ. അതായത് ഇങ്ങനെ മതത്തെ ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് ലവ് ജിഹാദും അതുപോലെ തന്നെ തുള്ളിമരുന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ചില ആളുകളെ ഇപ്പോൾ ആദ്യം അവരെ വിശ്വസിച്ച ചില ആളുകൾ അവരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പാലാ ബിഷപ്പാണ് ഇവിടെ ജോർജിനെതിരെ ശക്തമായി രംഗത്തെത്തിയത്. അതുപോലെ തന്നെ ദീപിക പത്രമാണ് ജോർജിനെതിരെ രംഗത്തെത്തിയത്. ജോർജ് ഇപ്പോഴും സഭയെയും അതുപോലെ തന്നെ പിതാക്കന്മാരെയും ഒക്കെ അധിക്ഷേപിക്കുന്ന നടപടികൾ തുടരുകയാണ്. എന്തായാലും ജോർജിനെ പോലുള്ള ആളുകൾ അവസരവാദികളാണ്, ജോർജിന്റെ വാക്കിനൊരു വിലയുമില്ല എന്നിപ്പോൾ സഭയും അതുപോലെ തന്നെ പിതാക്കന്മാരും ഒക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൂടെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ പറയുന്നത് അമേരിക്കക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു വ്യക്തതയുമില്ല, ലക്ഷ്യബോധമില്ല. ഇവിടെ ഹോർമൂസിൽ ഉപരോധം കൊണ്ടുവരുന്നു അമേരിക്ക. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അമേരിക്കക്ക് ഒരു രൂപവുമില്ല. ഈ ഉപരോധത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ നിരവധി കപ്പലുകൾ ഈ ഹോർമൂസ് കടന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ചൈനയുടെ കപ്പലുകൾ കടന്നു പോയതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഉപരോധം മൂഞ്ചി എന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഉപയോഗിക്കേണ്ടി വരികയാണ് ചില ഘട്ടത്തിൽ. എന്തായാലും ഉപരോധം മൊത്തത്തിൽ പാളി. കൂടുതൽ ലോകരാജ്യങ്ങൾ, മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അമേരിക്കയുടെ ഈ അവരുടെ താല്പര്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഒരിക്കലും അമേരിക്ക യുദ്ധം നടത്തുന്നത് അത് ശരിയല്ല. അത് ട്രംപിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. ഇസ്രായേലിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. നേരത്തെ ഒബാമയെയും അതുപോലെ തന്നെ ക്ലിന്റനെയും ഒക്കെ, ഇവിടെ ജോ ബൈഡനെയും ഒക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാനെ ആക്രമിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആക്രമിക്കേണ്ടതിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ സമയങ്ങളിലൊക്കെ തള്ളിക്കളഞ്ഞ കാര്യമാണ് ട്രംപ് ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തിയത്. എന്തായാലും ട്രംപ് ഇവിടെ ഇറാനോട് പൂർണ്ണമായും പരാജയപ്പെട്ടു, ഉപരോധവും പരാജയപ്പെട്ടു. എന്തായാലും ഇസ്രായേലിന് വേണ്ടിയായിരുന്നു, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ നീക്കങ്ങളൊക്കെ നടത്തിയത് എന്ന് എല്ലാ അമേരിക്കക്കാരും തിരിച്ചറിഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. ലോകം മൊത്തത്തിൽ തിരിച്ചറിഞ്ഞു. ലോകം അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയി. മാർപ്പാപ്പ പോലും ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഈ താല്പര്യത്തെ തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞ് രംഗത്തെത്തി. അതുപോലെ തന്നെ അമേരിക്കൻ താല്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന, ലോകത്താകമാനം നടക്കുന്ന ഇവിടെ മുസ്ലിം വിരുദ്ധതയെക്കുറിച്ച്, മുസ്ലിം വിരുദ്ധത ആവശ്യമാണ് എന്ന രീതിയിൽ ഇവിടെ കേരളത്തിൽ പോലും പ്രതികരിച്ചിരുന്ന ജോർജിനെ പോലുള്ള ആളുകളെ ഇവിടുത്തെ സഭയും തിരിച്ചറിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്തായാലും ഈ യുദ്ധം ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. ഒരുപാട് സമാധാനം എങ്ങനെ ഉണ്ടാകണം, അത് ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള ചില വ്യക്തികൾ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. എല്ലാം നല്ലതിന് എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം.